എൻ്റെ ഈശോയ്ക്കും കൃപാസന മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് അതുൽ ഡേവിസ്. ഞാൻ എറണാകുളം തൃശ്ശൂർ അതിർത്തി പ്രദേശമായ കുഴൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ 2022 എൻ്റെ ബിടെക് പഠനം അവസാനിച്ചത്. അതിനുശേഷം ഞാൻ ഉപരിപഠനത്തിന് വേണ്ടി അമേരിക്കയിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് 2 തവണ ഞാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ വിസ ഇൻ്റർവ്യൂവിൽ. അതിനുശേഷം 2023 ഞാൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഉടമ്പടി എടുത്ത് അതിൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ചിട്ടയായി പ്രാർത്ഥിക്കുകയും അതിൽ 90 ദിവസം അതിൽ പറഞ്ഞതുമാതിരി ബൈബിൾ വായിക്കുകയും വിശ്വാസത്തിൽ ആഴപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വർഷം ഓഗസ്റ്റ് 10 എൻ്റെ 3ാമത്തെ അറ്റംപ്റ്റിൽ വിസ ഇൻ്റർവ്യൂവിൽ എനിക്ക് വിസ അപ്രൂവായി. ഈ അടുത്ത മാസത്തിൽ ഞാൻ അത് ഉപരിപഠനത്തിനായിട്ട് അമേരിക്കയിലേക്ക് പോകുകയാണ്. ഇത് കൂടാതെ ഞാൻ വേറെ 5 ഉടമ്പടി നിയോഗങ്ങൾ വെച്ചിരുന്നു. അതുമെല്ലാം എനിക്ക് സാധ്യമായി കിട്ടി. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്, എൻ്റെ കസിൻസാണ്. അവർ ഒരുപാട് വർഷങ്ങളായി ജീവിതത്തിലൊന്ന് മെച്ചപ്പെടുന്നതിന് വേണ്ടി വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അവർക്കും അത് സാധ്യമായി കിട്ടി. അതിൽ ഒരാൾ UK സർക്കാരിൻ്റെ ആശുപത്രിയിൽ എൻജിനീയറായിട്ട് ഇപ്പോൾ ആൾക്ക് ജോലി കിട്ടിപ്പോയി. ഇതുകൂടാതെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം കഴിഞ്ഞൊരു 9 വർഷക്കാലമായിട്ട് ജീവിതത്തിലൊന്നും നേടാൻ സാധിക്കാതെ, വിശ്വാസത്തിൽ അധികം ആഴപ്പെടാതെ ഇങ്ങനെ വ്യതിചലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം മാൾട്ടയിലാണ്. അവിടെ ഒരു സർക്കാരിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇതുകൂടാതെ ഞാൻ IELTS പരീക്ഷയിൽ ആദ്യം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് അധികം മാർക്ക് കിട്ടിയില്ല. 2ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് ആഗ്രഹിച്ച മാർക്ക് ലഭിച്ചത്. ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒരു 2 നിലമുണ്ട്. അത് കഴിഞ്ഞ 16 വർഷമായിട്ട് നിലമായിട്ട് തന്നെ കിടക്കുകയായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ കാലയളവിൽ തന്നെ അത് രേഖാമൂലം കരഭൂമിയായിട്ട് ലഭിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അപ്പനൊക്കെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ആ ഒരു കാരണത്താലാണ് ഈ ഉടമ്പടി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുത്ത് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനും ആരംഭിച്ചത്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ എല്ലാവരും നല്ല വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ലൊരു കുടുംബമാണ്. ഞാൻ അധികം കുടുംബ പ്രാർത്ഥനയൊന്നും പങ്കെടുക്കാത്ത, ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിലൊന്നും പോവാതെ ആകെ വ്യതിചലിച്ച് ജീവിക്കുകയായിരുന്നു. ഞാനപ്പോൾ ദൈവത്തിൽ നിന്ന് വിട്ടുമാറി ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും അതിനുശേഷം ഞാൻ ഇപ്പോൾ എന്നും പറ്റാവുന്ന ദിവസങ്ങളെല്ലാം പള്ളിയിൽ പോകാറുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്, എല്ലാ ഞായറാഴ്ചയിലും കുർബാന കൂടാറുണ്ട്. എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന കുറച്ച് കുറവായിരുന്നു. ഞാൻ ചെല്ലും, ഇവനും ഇരിക്കാറുണ്ട്. പക്ഷേ പപ്പയ്ക്ക് ഇത്തിരി വിശ്വാസം കുറവായിരുന്നു 5 വർഷമായിട്ട്. ഇതിക്ക് മുന്നേ ആളാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കണതും ചെയ്യണതും ഒക്കെ. ഇപ്പം 5 വർഷമായിട്ടൊക്കെ ഇത്തിരി ആൾ കുറവായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനും ഒക്കെ സാധിച്ചു. പിന്നെ എനിക്ക് 2 വർഷമായിട്ട് അലർജി ഉണ്ടായിരുന്നു സ്കിന്നിന്. അതൊക്കെ മാറിക്കിട്ടി. ഈശോൻ്റെ തൈലം പുരട്ടി മാറിക്കിട്ടി എനിക്ക്. അതുപോലെ എൻ്റെ മോൻ IELTS ഞാൻ വെച്ചിരുന്നു, അത് പാസ്സാക്കി തന്ന്. അതുപോലെ പിന്നെ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ പാസ്സാക്കി തരണമെന്ന് ഈശോനോടും കൃപാസന മാതാവിനോടും പ്രാർത്ഥിച്ചു. അതെല്ലാം എനിക്ക് സാധിച്ചു തന്നു. ഇനിയും എൻ്റെ മോൻ്റെ കൂടെ, എൻ്റെ കുടുംബത്തോടു കൂടെ എൻ്റെ ഈശോയും എൻ്റെ കൃപാസന മാതാവും ഉണ്ടായിരിക്കണമെന്ന് ഈശോയോടും മാതാവിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നന്ദി ഈശോ, നന്ദി ദൈവമേ. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. പത്രങ്ങളെല്ലാം വിതരണം ചെയ്യാറുണ്ട് പൊതുമേഖലകളിലും പൊതുസ്ഥലങ്ങളിലും. ഇതുകൂടാതെ ഈശോനെ അറിയാത്ത പലർക്കും ഞാൻ അവരെപ്പറ്റി ഈശോനെ കുറിച്ച് അവരിലെത്തിക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് മറ്റുള്ളവരെ. തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നും നേടുന്നവരാകില്ല. തൻ്റെ IELTS പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്.
തൻ്റെ മമ്മി ആദ്യം ഉടമ്പടി എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് IELTS പാസ്സാകാനൊക്കെ ഉടമ്പടി കാശ് രൂപമൊക്കെ ആയിട്ട് പോയി ഇൻ്റർവ്യൂ പരീക്ഷ എഴുതുമ്പോൾ അവിടെ തനിക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നു. പിന്നീട് മാസ്റ്റേഴ്സ് എടുക്കുവാനായിട്ടാണ് കൂടുതലായിട്ടും ഈ മകൻ US പോകുന്നത്. തൻ്റെ വിസയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, തനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കിട്ടാതെ വരുന്ന അവസ്ഥ. അങ്ങനെ ആണ് പിന്നീട് ഉടമ്പടിയിലേക്ക് വരികയും ഉടമ്പടി ജീവിതത്തിൽ താൻ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു വിശ്വാസത്തിലൊക്കെ ഒത്തിരി ആഴപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു. എന്നാൽ തൻ്റെ പഠനത്തിൻ്റെ മേഖലകളിൽ തനിക്കത് നഷ്ടമാവുകയും വീണ്ടും ഉടമ്പടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ വിശ്വാസം കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു സാക്ഷ്യമാണ് അതുൽ ഡേവിസ് ഇവിടെ പങ്കുവയ്ക്കുക. അങ്ങനെ ഇപ്പോൾ തൻ്റെ വിസ പ്രോസസ്സിംഗ് എല്ലാം ക്ലിയറായി മാസ്റ്റേഴ്സ് ഡിഗ്രിക്കായിട്ട് ഈ മകൻ US പോവുകയാണ്. തൻ്റെ നിയോഗത്തിൽ മറ്റ് കൂട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് തനിക്ക് ബന്ധുക്കൾക്കുമൊക്കെ വേണ്ടിയിട്ട് ഈ മകൻ പ്രാർത്ഥിച്ചിരുന്നു. 9 വർഷമായ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം ഇവിടെ പരാമർശിച്ചു. അതുപോലെ തൻ്റെ സഹോദരിയുടെ കാര്യവും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 16 വർഷമായിട്ട് തങ്ങൾക്ക് ലഭിക്കാതിരുന്ന, അതായത് കരമടയ്ക്കുവാൻ തങ്ങൾക്ക് സാധ്യമല്ലാതിരുന്നു, നിലം മാത്രമായിട്ട് കരഭൂമി ആകാതെ തങ്ങൾക്ക് കിടന്നിരുന്ന തങ്ങളുടെ സ്ഥലം, അത് ഉടമ്പടി എടുത്ത് 5-ാമത്തെ മാസം 16 വർഷമായിട്ട് ലഭിക്കാതിരുന്നതൊക്കെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിൽ, കരമടയ്ക്കുന്ന രീതിയിൽ തന്നെ തങ്ങൾക്ക് ആ വസ്തു തങ്ങളുടെ പേരിൽ എഴുതി കിട്ടുന്നു. പിന്നീട് ദൈവവിശ്വാസം 5 വർഷമായിട്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ ഒരു മന്ദഗതിയിലായിരുന്നു. ആ കുടുംബ പ്രാർത്ഥന പൂർവാധികം നല്ല രീതിയിൽ മുമ്പോട്ട് വരുന്നു. തൻ്റെ പപ്പയ്ക്കുണ്ടായ മാറ്റങ്ങൾ. അപ്പോഴിങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ മകൻ തൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ ദൈവത്തോട് കൂടിയൊത്തുള്ള ഒരു ഭവനം പണി, അതിൻ്റെ അടിസ്ഥാനം ദൈവമാണ്. ദൈവത്തിൽ നാം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ കൂട്ടുചേർത്ത് നമ്മെ കൂട്ടുവേലക്കാരാക്കിക്കൊണ്ട് നാം ആ ഭവനം പണിയിൽ പിന്നീട് എങ്ങനെയാണ് ഏറ്റവും ഉറപ്പുള്ള ഒരു ഭവനമായിട്ട് നമ്മുടെ മാറുന്നത്. ഇന്ന് അങ്ങനെ വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ തങ്ങൾ മുന്നേറുമ്പോൾ ഉടമ്പടി ജീവിതം തങ്ങളെ അതിനെല്ലാം യോഗ്യരാക്കി വിശുദ്ധിയോടെ ജീവിക്കുവാനും വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞതിൻ്റെ സാക്ഷ്യം ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.